കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാഡ ചന്ദ്രശേഖറാണ് എന്ന് CPM ആരോപിച്ച അതേ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി CPM 17 വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയമനം തീർത്തും ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെ അനന്തരഫലമാണ് ഈ DGP നിയമനം. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 2016 കേരള മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ചുമതലയേറ്റതിന് ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ്. അന്ന് അർദ്ധരാത്രിയിലാണ് DGPയായി സെൻകുമാറിൻ്റെ പേര് ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന DGPയായി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറക്കിയത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിയമനം, റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവും ലോക്നാഥ് ബെഹ്റയുടെ നിയമനവും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ ഏറ്റവും കൂടുതൽ സർവീസ് സീനിയറിറ്റിയുള്ള നിതിൻ അഗർവാൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിന് വിവേചനാധികാരമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സ്ക്രൂട്ടിനി നടത്തി സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഉചിതമായ പേര് വിവേചനാധികാരം വിനിയോഗിച്ച് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ നിതിൻ അഗർവാൾ എന്ന പോലീസ് ഒഫീഷ്യൽ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ സർവീസ് സീനിയോറിറ്റി അടക്കം മറികടന്നുകൊണ്ട് റവാഡ ചന്ദ്രശേഖർ എന്ന കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ പ്രധാന ഉത്തരവാദി എന്നാരോപിച്ച് 17 വർഷക്കാലം CPM വേട്ടയാടിയ അദ്ദേഹത്തെ നിയോഗിക്കാൻ ആധാരമായ സാഹചര്യം എന്ത് എന്ന് വിശദീകരിക്കാൻ, വ്യക്തമാക്കാനുള്ള ബാധ്യത CPMനുണ്ട്. CPM നയിക്കുന്ന കേരളത്തിലെ LDF ഗവൺമെൻറ്റുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ശ്രീ KC വേണുഗോപാൽ രാവിലെ പത്രസമ്മേളനത്തിൽ പരാമർശിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറായി, കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതിനുമപ്പുറത്ത് ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്യൂരിറ്റി സെക്രട്ടറിയുടെ ചുമതലയുള്ള 2 ആഴ്ചയ്ക്ക് മുമ്പ് നിയമിതനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഓഫീസിൽ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ കേന്ദ്ര ഗവൺമെൻറ്റിന് തന്ത്രപ്രധാനവും പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് സ്ട്രാറ്റജിക്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ രാഷ്ട്രീയവും തന്ത്രപ്രധാനവുമായ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സുരക്ഷാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പദവിയിൽ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കണമെങ്കിൽ അത്രയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് വിശ്വാസ്യതയുള്ള അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ കേരളത്തിലെ പോലീസ് മേധാവിയായി നിയമിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ CPMഉം BJP നേതൃത്വവും തമ്മിലുള്ള അവിഹിതമായ നിഗൂഢമായ ബന്ധത്തിൻ്റെ അനന്തരഫലമാണ് ഈ നിയമനമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ BJPയും കേരളത്തിലെ CPMഉം BJPയും തമ്മിലുള്ള പാലമാണ്. ഹൗറ പാലത്തിന് സമാനമായ നിലയിൽ ദൃഢമായിട്ടുള്ളൊരു പാലമാണ് BJPയും CPMഉം തമ്മിലുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും.